ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് വന്നത്. ഇതിനു മുമ്പ് ഇടയ്ക്ക് വെച്ചൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ എൻ്റെ ചാനൽ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്, എനിക്കിനി മുന്നോട്ടേക്ക് തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അതിന് എനിക്ക് പ്രത്യേകമായ റീസൺ ഉണ്ടായിരുന്നു, അതെന്ന് എനിക്ക് പിന്നീട് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ രണ്ടാമത്തെ വീഡിയോയ്ക്കകത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്നൊരു മോട്ടിവേഷൻ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ചാനൽ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അന്ന് തന്നെ എനിക്ക് കമൻറ്റ് ബോക്സിൽ കൂടെയും അതേ കിടക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും കുറേ മെസ്സേജുകൾ വന്ന് അതിന് ശേഷമാണ് എനിക്കൊരു മോട്ടിവേഷൻ വേണമെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇടുന്നത്. മോട്ടിവേഷന് മുമ്പ് എനിക്ക് കുറേ മെസ്സേജുകൾ വന്ന് ഇന്ന കൂട്ട് ചാനൽ ഡിലീറ്റ് ചെയ്യരുത്, മുന്നോട്ടേക്ക് പോകാൻ നോക്കുക, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും മുന്നോട്ടേക്ക് പോകാൻ നോക്കുക, നിന്നെക്കൊണ്ട് നടക്കുമെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ. പിന്നെ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ കസിനായ നൗഫൽ ബ്രോയുടെ അടുത്താണ്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്നത് നൗഫലാണ്, എൻ്റെ ബന്ധുക്കാരനാണ്, എൻ്റെ കുടുംബക്കാരനാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നൗഫലിൻ്റെ അടുത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. പിന്നെ അമീൻ എന്ന് പറയുന്നൊരു ബ്രോ, ആ ബ്രോയും എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്നു. കാരണം എന്ത് പ്രയാസങ്ങൾ എന്തുണ്ടായാലും മുന്നോട്ടേക്ക് തന്നെ പോവുക, നമ്മൾ മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ നമ്മളെ ഉയർത്താനും താഴ്ത്താനും കുറേ ആൾക്കാർ കാണും. അപ്പം എല്ലാ പ്രതിസന്ധികളും കടന്ന് നിങ്ങളോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരോട് മാത്രം നിങ്ങൾ മുന്നോട്ടേക്ക് പോകാമെന്ന് അല്ലമീൻ ബ്രോയും പറഞ്ഞു. അതേ കണക്ക് തന്നെ ഷാനവാസ് ബ്രോയും പറഞ്ഞതിനോട്ട് മുന്നോട്ടേക്ക് തന്നെ പോകുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ ചങ്കുകൾ, ബാക്കിയുള്ളവരുടെ പേരൊന്നും ഞാൻ നോക്കുന്നില്ല, ഞാൻ ആലോചിക്കുന്നില്ല, ഇപ്പം ഓർക്കുന്നില്ല. അപ്പോഴത്തേക്ക് എനിക്ക് കുറേ ആൾക്കാർ എനിക്ക് മോട്ടിവേഷൻ തന്നു. അതേ കണക്ക് തന്നെ ചാനൽ ഡിലീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പം അവരോടെല്ലാവരോടും എനിക്ക് 1000 തീരാത്ത നന്ദി മാത്രമേ ഉള്ളൂ, കടപ്പാട് മാത്രമേ ഉള്ളൂ, എന്നും സ്നേഹം മാത്രം. നൻപൻസ് പിന്നെ കുറേയധികം പെൺകുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് പറഞ്ഞു, എനിക്ക് എൻ്റെ വാട്സപ്പിൽ കിടക്കുന്ന എൻ്റെ കൂട്ടുകാരികൾ മെസ്സേജ് അയച്ച് പറഞ്ഞു ചാനൽ നിർത്തല്ലേ എന്ന്. ആ ഗേൾസിൻ്റെ ഒന്നും നെയിം ഞാനിവിടെ പറയുന്നില്ല. സോ അവർക്കും 1000 നന്ദി ഞാൻ അറിയിക്കുകയാണ്. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, ഇപ്പം എനിക്കിപ്പോൾ ഏകദേശം 1486 സബ്സ്ക്രൈബേഴ്സ് അങ്ങാനുണ്ട്. അവരോട് ഇത്രയും പേരോടും എനിക്ക് സ്നേഹം മാത്രം, എന്നും നന്ദി മാത്രം. കാരണം എൻ്റെ ഫാമിലി മെമ്പേഴ്സിൽ നിന്നും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കസിനായ നൗഫലുണ്ട്. അപ്പോൾ ഒരാൾ എൻ്റെ ഫാമിലി തന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. ബാക്കി ഉള്ളവരെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്, കൂട്ടുകാരാണ്, അതെൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അല്ല. പക്ഷേ എങ്കിലും ഞാൻ അത്രയ്ക്ക് ചങ്കുകളായിട്ട് കാണുന്ന ആൾക്കാർ, പിന്നെ പുറത്തുനിന്നുള്ള കുറേ ആൾക്കാർ, അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോടെല്ലാവരോടും എന്നും സ്നേഹം മാത്രമേ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്തെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ, ഇൻഷാ അല്ലാഹ് യൂട്യൂബ് കൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ, അന്ന് ഒരു നാൾ ഞാൻ നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായാലും ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തരികയാണ്. എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് വരുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എൻ്റെ ചാനൽ മോണിറ്റേഷനാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആദ്യ കടമ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. 1K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള കടമ മാത്രമേ നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 4000 വാച്ച് അവർ വേണം. അതേ കണക്ക് തന്നെ പിന്നെ എത്രയോ മില്യൺ കണക്ക് വ്യൂസ് വേണം. അപ്പോൾ അതിനെല്ലാം നിങ്ങൾ എന്നോടൊപ്പം കൂട്ടി നിന്നേ പറ്റും. എന്നെ മോട്ടിവേഷൻ ചെയ്ത ആൾക്കാരായാലും എന്തായാലും അവരെല്ലാവരും എന്നോടൊപ്പം മുന്നോട്ടേക്ക് കാണണം. സോ എന്താ പറയാനുള്ള, എനിക്ക് അത്രയ്ക്ക് അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന. ഞാൻ 2 വീഡിയോ, മോട്ടിവേഷൻ വീഡിയോയും ചാനൽ ഡിലീറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞ വീഡിയോസ് ഇട്ടതിന് ശേഷം കുറേ ക്രിസ്മസ് എപ്പിസോഡുകൾ വന്നു. അതിൻ്റെ ഇടയ്ക്കെല്ലാം വെച്ച് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നത് നിങ്ങൾ ചെയ്ത സപ്പോർട്ടിനൊരായിരുന്നു നന്ദിയെന്ന്. പക്ഷേ എനിക്കിപ്പോഴാണ് ടൈം കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എല്ലാവർക്കും നന്ദി മാത്രം, സ്നേഹം മാത്രം, എപ്പോഴും എൻ്റെ ഉള്ളിലെല്ലാം നിങ്ങളെല്ലാവരും കാണും. ഓൾ ഗേൾസ് ആൻഡ് ബോയ്സ്, ഓൾ സബ്സ്ക്രൈബേഴ്സ്, എല്ലാവർക്കും നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ സ്നേഹം എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ കാണും. സോ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മൈ സബ്സ്ക്രൈബേഴ്സ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മൈ ബ്രദർ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മൈ ഫ്രണ്ട്സ്, സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്. അപ്പം എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് ഒരാൾ മതിയായിരുന്നു സപ്പോർട്ട് ചെയ്യുന്നത്, ഒറ്റയ്ക്ക് ഒരാൾ മതിയായിരുന്നു. ആ ആളെനിക്ക് ഇപ്പോഴും ഉണ്ട്. നല്ല സങ്കടവും സന്തോഷവും എല്ലാം കൂടെ നിറഞ്ഞ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അന്നേ എനിക്ക് ആ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. ഇപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് നിങ്ങളോട് പറയുകയാണ്. നല്ല രീതിക്ക് തന്നെ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ എന്തിനായാലും എനിക്കുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ മുന്നോട്ടേക്ക് വീഡിയോസ് ചെയ്യണമെന്നും എല്ലാം ചെയ്യണമെന്നും പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കണമെന്നും എല്ലാം എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് വൺ തിങ്, എന്താ പറയാനുള്ള, എനിക്കതിനുള്ള സിറ്റുവേഷൻസ് ഇല്ല. അപ്പോഴത്തേക്ക് അതിനുള്ള സാഹചര്യം ആയിട്ടില്ല. അപ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ദിസ് വീഡിയോസ് പ്ലീസ് ലൈക്ക്. ഓക്കെ.